എന്നെ തോൽപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെയൊക്കെ പേരും നാളും ഒക്കെ ഞാൻ പറയാം. ഇലക്ഷൻ കഴിയട്ടെ. കഴിഞ്ഞ തവണ ഞാൻ 40,000 വോട്ടിന് പിറകിൽ പോയപ്പോൾ ഒരു നേതാവ് പറഞ്ഞു, ഇനി പേടിക്കേണ്ട, അവൻ ജയിക്കത്തില്ല, ഇനി ജയിക്കത്തില്ല. 40,000 പുറകിൽ പോയി. എന്നിട്ടാണ് ഞാൻ 40,400 ഇത്തവണ എഴുതിയിട്ടോ. കഴിഞ്ഞ തവണ എനിക്ക് കിട്ടിയ വോട്ട് 40,438. ഒരു വോട്ട് കൂടുതലല്ലാതെ ഒരു വോട്ട് കുറയില്ല. ഞാനാ പറയുന്നത്. ഞാനെന്താ പറഞ്ഞത്? അയാൾ എനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്, ഗൗരവമുള്ളതാണ്. ആ 7ഓളം ആരോപണങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് തെളിയിച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കും. MP ആയി തിരഞ്ഞെടുത്തതിന് ശേഷമാണ് തെളിയിക്കുന്നതെങ്കിൽ MP സ്ഥാനം രാജിവെക്കും. ഇല്ലെങ്കിൽ ഇവിടെ പിന്നെ നിയമസംവിധാനമില്ലേ? എന്താ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കാസർഗോഡ് MP-യുടെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അത് ഞാൻ വിടില്ല, അത് വിടില്ല. അതേത് എക്സ്റ്റെൻറ്റ് വരെ ഞാൻ പോവും. അതിനൊരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് അവകാശമുണ്ട്. പാർട്ടി അതിനെ വിലക്കിയാൽ പിന്നെ ഞാൻ അപ്പോൾ ബാക്കി കാര്യം പറയാം. ഈ തെറിവിളിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വലിയൊരു ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ തെറിവിളി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ തങ്ങളുടെ വെരിഫൈഡ് പേജിൽ നിന്ന് ഡാർലിൻ ജോർജ് കടവൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിനെ പരമനാറി എന്ന് വിളിച്ച ഒരു സ്ക്രീൻഷോട്ട് അതിപ്പം പറയട്ടെ. ഞാൻ പാർലമെൻറ്റ് ഇലക്ഷനുമായി മത്സരിക്കുന്ന സമയത്ത് എൻ്റെ അഡ്മിന്മാരായി ഒരുപാട് പേരെ നിയമിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിയമിച്ചിട്ടുണ്ട്, കാസർഗോഡ് നിയമിച്ചിട്ടുണ്ട്. കാര്യം അതാത് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അപ്പം തന്നെ പ്രതികരിക്കാനാണ്. ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സകല അഡ്മിന്മാരെയും റിമൂവ് ചെയ്യാൻ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ എല്ലാ അഡ്മിന്മാരെയും റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് പരിശോധിക്കാം. എൻ്റെ PA ആയ നിസാറിനെയും അഡ്മിൻ സ്ഥാനത്ത് ഇന്നലെ നീക്കി. ഇനി ഞാൻ അറിയാതെ ഒരു അഡ്മിൻ എനിക്കുണ്ടാവത്തില്ല. കാര്യം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ സോഷ്യൽ മീഡിയ മുഴുവൻ കൈകാര്യം ചെയ്തത് ബാംഗ്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നമ്മുടെ തീപ്പുര അബിനെന്ന് പറയുന്ന പ്രശാന്ത് കിഷോറിനോടൊക്കെ പ്രവർത്തിച്ച ആൾ. അവരാണ് KC വേണുഗോപാലിൻ്റെ ചെയ്ത്, അവരാണ് MK രാഘവൻ്റെ ചെയ്ത്, അവരാണ് എൻ്റെ സോഷ്യൽ മീഡിയ ചെയ്ത്. അപ്പോൾ അന്ന് ഒരുപാട് ആളുകളെ നമ്മൾ അഡ്മിനായി നിയമിച്ചു. കാര്യം നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ഇവിടെ തളങ്കരയിൽ മലിക് ദിനാർ, അവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഒരു വീഡിയോ എന്നെപ്പോലിരിക്കുന്ന ഒരാളെ ചെയ്തു, കുറിമായിച്ചു, കയ്യിലെ കെട്ടഴിച്ചു വിട്ടു. പെട്ടെന്ന് എൻ്റെ മുണ്ടഴിച്ച് വലത്തുവശം ഇടത്തോട്ടാക്കി മാറ്റി. പിന്നെ പൊന്നാനിയിലെ മറ്റേ കട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ കാണിക്കാത്ത, ബാക്കിയെല്ലാം കാണിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി എനിക്കെതിരെ നടത്തുമ്പോൾ അപ്പോഴപ്പം അതിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി നിരവധി അഡ്മിന്മാരെ ഞാൻ നിയമിച്ചിട്ടുണ്ട്. പറഞ്ഞു. പിന്നെ ഈ ഡാർലിൻ എന്ന് പറയുന്ന ആൾ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെ ഹെഡാണ് കാസർഗോഡ്. അയാൾ ലണ്ടനിൽ ഇരുന്നുകൊണ്ട് അതൊക്കെ ചെയ്യുന്നത് കൂട്ടിക്കോണം. ഇവിടെ നരേന്ദ്രമോദിക്കെതിരെ ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഒരാൾ ലണ്ടനിലെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അദ്ദേഹം ഇങ്ങനെ അവിടെ നടക്കുന്ന സഞ്ചാര സാഹിത്യമൊക്കെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പൊറ്റക്കാരനെ പോലെ സഞ്ചാര സാഹിത്യം. അദ്ദേഹം പോകുന്ന ലണ്ടനിലെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ എടുത്ത്. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സോഷ്യൽ മീഡിയയുടെ ചുക്കാൻ പിടിക്കേണ്ട ഒരാൾ ലണ്ടനിലായിരുന്നു. മനസ്സിലായോ? അല്ല, അതിൽ പ്രകോപിതരായ ഏതെങ്കിലും ആളുകൾ കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടപ്പോൾ തന്നെ എൻ്റെ സകല അഡ്മിന്മാരെയും നീക്കി. ഇന്നലെ എന്നെ എൻ്റെ സെക്രട്ടറി നിസാർ വിളിച്ചു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ വെരിഫൈ ചെയ്യാം. സർ, എന്നെ അഡ്മിൻ സ്ഥാനം നീക്കം ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഡോണ്ട് വറി, തൽക്കാലം എല്ലാ അഡ്മിനെയും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ആരെ അഡ്മിനായി വെക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ PA ആണ്, നിങ്ങളെ വയ്ക്കുക. ഇപ്പോൾ നിലവിലുള്ള എല്ലാ അഡ്മിന്മാരെയും ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആരെക്കുറിച്ചും അതൃപ്തിയില്ല. പക്ഷേ എനിക്ക് ആരെക്കുറിച്ചും അതൃപ്തിയോ വിരോധമില്ല. എന്നെ തോൽപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെയൊക്കെ പേരും നാളും ഒക്കെ ഞാൻ പറയാം. ഇലക്ഷൻ കഴിയട്ടെ. കഴിഞ്ഞ തവണ ഞാൻ 40,000 വോട്ടിന് പിറകിൽ പോയപ്പോൾ ഒരു നേതാവ് പറഞ്ഞു, ഇനി പേടിക്കേണ്ട, അവൻ ജയിക്കത്തില്ല, ഇനി ജയിക്കത്തില്ല. 40,000 പുറകിൽ പോയി. എന്നിട്ടാണ് ഞാൻ 40,400 ഇത്തവണ എഴുതിയിട്ടോ. കഴിഞ്ഞ തവണ എനിക്ക് കിട്ടിയ വോട്ട് 40,438. ഒരു വോട്ട് കൂടുതലല്ലാതെ ഒരു വോട്ട് കുറയില്ല. ഞാനാ പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്? എനിക്ക് കാസർഗോട്ടെ ജനങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണ് പറയുന്നത്. ആ വിശ്വാസം തകർക്കാൻ പല ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സുധാകരനെ തോൽപ്പിച്ച നാടാണല്ലോ ഈ നാട്, അറിയത്തില്ലേ? സുധാകരനെ തോൽപ്പിച്ചു വിട്ട നാടാണ് ഈ നാട്. അപ്പം അതിനേക്കാൾ വലിയ ആളൊന്നും അല്ലല്ലോ ഞാൻ. അപ്പോൾ സുധാകരനെ പറഞ്ഞു വിട്ട നാട്
എന്ത് നടക്കുമെന്ന് എനിക്കറിയാം. ഞാനതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു. അതിന് തടയുവിട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം തടയുവിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി. പിന്നെ ഞാനൊരു രാഷ്ട്രീയക്കാരൻ നിലയിൽ ഞാൻ ഇന്നുവരെ ആരെയും ദൈവോദ്രവിപ്പിക്കാൻ പോയിട്ടില്ല. ഞാൻ ആരുടെ ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്. നിങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന ചില കഥകൾ ഇത് ഇലക്ഷൻ കഴിഞ്ഞ് പറയാം.